മതാചാരത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പം നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാവും. ഇത് ഒരു മതാചാരമാണ്, അതിന് ഞങ്ങൾ നോമ്പ് പിടിക്കാത്ത ഞങ്ങളൊക്കെ കൂടെ പോയിട്ട് എന്തിനാണ് അവിടെ പോയി വെട്ടി വിളങ്ങുന്നെന്ന് ചോദിച്ചാൽ കുടുങ്ങിയില്ലേ? അപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സമ്മിശ്ര സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിലൊരു കുറച്ചൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ വേണം, ഗിവ് ആൻഡ് ടേക്ക് വേണം. അതല്ലാതെ ഇത് ഞാൻ പങ്കെടുക്കില്ല മറ്റേല് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കുടുങ്ങാൻ പോകണം. കാരണം അതേമാതിരിയുള്ള ചോദ്യങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ടാവും. നിങ്ങളെന്താ അവിടെ പോകണം, നിങ്ങളെന്താ ഇവിടെ പോകുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ, ആ ചെയ്യുന്നത് ശരിയാണോ, നിങ്ങളുടെ മതത്തിൽ ഇത് ശരിയാണോ? അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ്. കാരണം ഇതെല്ലാം ചില ആചാരങ്ങളുടെ ഭാഗം മാത്രം. ആചാരങ്ങളുടെ ഭാഗമായിട്ട് ആരും നിർബന്ധിക്കുന്നതല്ല. നമുക്ക് വിളക്ക് കത്തിക്കാതിരിക്കാം. കത്തിക്കുന്നവരുണ്ട്. ആര്യാടൻ മുഹമ്മദ് കത്തിക്കാറുണ്ട്, MMS കത്തിക്കാറുണ്ട്, പലരും കത്തിക്കാറുണ്ട്, കത്തിക്കാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം. രണ്ടാമത്തെ വലിയ വിഷയം വരാൻ പോണത് അറബ് വൽക്കരണം. ഞാൻ സ്പീഡ് കൂട്ടുകയാണ് സ്പീച്ചിന്. നമ്മളിൽ ചേർക്കെങ്കിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. അറബി രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമികമാണ്. അല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട 150 കോടി മുസ്ലിം ഉള്ളതിൽ 10 കോടി മാത്രമേ അറബികളുള്ളൂ. അവരെക്കാട്ടും കൂടുതൽ 15 കോടി ബംഗാളികളുണ്ട്. ബംഗ്ലാദേശിലെ ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭാഷയാണ്. സംസ്കൃതമാണ്. ബംഗ്ലാദേശ് ഭവൻ, ബംഗബന്ധു മുജീബുർ റഹ്മാൻ മനസ്സിലല്ലേ? അവർ പേരുകളൊക്കെ രാഷ്ട്രപതി ഭവൻ എന്നാണ് അവിടെയും പറയുന്നത്. ഭവൻ. അവർ പിന്നെ മമതാ ബാനർജി സംസാരിക്കുന്ന തന്നെ ഭവൻ എന്ന് പറയും. മമതാ ഭവൻ എന്ന് പറയും. അവിടെ അവരുടുക്കുന്ന ഡ്രസ്സ് സാരിയാണ്. നിങ്ങൾ ഷെയ്ഖ് ഹസീന വാജിദിനെയും ഷെയ്ഖ് കാലിദാസിയെ കണ്ടിട്ടില്ലേ? അപ്പം ഓരോ മതവിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളുള്ളവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്. പേരുകൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇത് തന്നെ ഒരു തെറ്റായ ധാരണയാണ് നമ്മൾ ആൾക്കാർ. അപ്പം എൻ്റെ പേര് ഫസൽ ഗഫൂർ അറബ് പേര് തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. വിദ്യാസാഗർ സംസ്കൃത പേരുമാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫിലോസഫി വൈസ് നമ്മൾ യോജിക്കുന്നില്ലല്ലോ. ഇല്ല. അപ്പം അങ്ങനെ പേരിട്ട് മാത്രമേ ഉള്ളൂ. ഈ പേരുകൾ തന്നെ തെറ്റായ ധാരണയാണ്. ഈ പേര് ഞാൻ പറഞ്ഞുതരാം. PLOവിൻ്റെ നേതാവായിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബാത്ത് പാർട്ടിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെട്ടിരുന്ന മൈക്കൽ അഫ്ലക്ക്, അദ്ദേഹം ക്രിസ്ത്യൻ അറബിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അഫ്ലക്ക് എന്നാണ്. അതേമാതിരി തന്നെ താരിഖ് അസീസ്, ഇറാഖിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു വിദേശം. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അസീസ് എന്നാണ്. അവിടെ റസൂൽ വരുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ ഇവർക്കൊക്കെ ഇതേ പേര് തന്നെയായിരുന്നു. റസൂൽ ഒന്നും പേരെന്ന് പേരെ മാറ്റിയിട്ടൊന്നുമില്ല. ആ പ്രദേശത്തെ അറബികളുടെ പേര് ഇതൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് ബംഗ്ലാദേശിലെ പാർലമെന്റ് സ്പീക്കർ ഇവിടെ വന്നു. ഒരു സ്ത്രീയാണ് അവിടെ പാർലമെന്റ് സ്പീക്കർ. അവരുടെ പേര് ഷിറിൻ ഷർമീൻ ചൗധരി എന്നാണ്. അവരുടെ പേര് ചൗധരി. കാരണം ബംഗാളിൽ ചൗധരിമാരുണ്ട്, മുസ്ലിമുകളുടെ ഇടയിലും ചൗധരിമാരുണ്ട്. ഈ അബ്ദുൽ ബർക്കത്ത് അതാവുൽ ഖാൻ ചൗധരി ഉണ്ട്. അഹമ്മദ് പട്ടേൽ ഇല്ലേ അവിടെ നമ്മുടെ ഗുജറാത്തിൽ? അത് സർദാർ പട്ടേലും ഉണ്ട്, അഹമ്മദ് പട്ടേലും ഉണ്ട്. അപ്പോൾ പേരുകൾ ഓരോരോ രാജ്യങ്ങൾക്ക്. ഉദാഹരണമായിട്ട് ഇന്തോനേഷ്യയുടെ പ്രധാന പ്രസിഡന്റ് ആയിരുന്നത് ഒരു മുസ്ലിം സ്ത്രീയാണ്, സുകാർണോവിൻ്റെ പുത്രി. അവരുടെ പേരെന്താ? മേഘാവതി സുകാർണോ പുത്രി. അത് 3 വാക്കുകൾ ഉണ്ടെങ്കിൽ ആ 3 വാക്കുകളും സംസ്കൃത വാക്കുകളാണ്. മേഘാവതി സുകാർണോ പുത്രി. ടർക്കിയിലെ പ്രധാനമന്ത്രിയായിരുന്ന മുസ്ലിം സ്ത്രീ, അവരുടെ പേര് ടാൻസി സൂലർ എന്നാണ്. ടർക്കിഷ് നെയിമാണ്, അറബ് നെയിമല്ല. അപ്പം നമ്മൾക്ക് തെറ്റായ ധാരണകളാണ് ഇവിടെ ഉള്ളത്. എന്താണ് തെറ്റായ ധാരണ? നേരത്തെ മനപ്രസാദിന്റെ കഥ പറഞ്ഞ മാതിരി ഇവിടുന്ന് കൊല്ലത്തുനിന്നൊരു ചങ്ങായി പോയി പേരിട്ടിട്ട് നഹാബ് എന്നാണ് അവന് പേരിട്ടത്. അങ്ങനെ ദുബായിൽ മാർക്കറ്റിൽ വന്ന് നിൽക്കുമ്പോൾ പുറയുന്ന ഒരാൾ നഹാബ് എന്ന് വിളിച്ച് ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഉടനെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ഇവനെ തല്ലാൻ തുടങ്ങി. കാരണം നഹാബ് എന്ന് പറഞ്ഞാൽ അവിടെ കള്ളൻ എന്നാണ് അർത്ഥം. അപ്പൊ ആദ്യത്തെ പുത്രന് അതുകൊണ്ട് നമ്മുടെ നാടിനനുസരിച്ചിട്ടുള്ള ഉദാഹരണം, റഷ്യയിലെ മുസ്ലിമുകളുടെ പേര് യൂസപ്പോവ് എന്നാണ്. യൂസപ്പോവ്, ഇബ്രാഹിമോവിച്ച്, സ്ലട്ടാൻ ഇബ്രാഹിമോവിച്ച്, സിനഡിൻ സിഡാനെ എന്നാണ് അവരുടെ പേരുകൾ. ആ പേരെങ്ങനെ വരണമെന്ന് വെച്ചാൽ ഒരു ചെറിയ ഡിസ്റ്റോർഷൻ, ഒരു പ്രദേശത്തിൻ്റെ പേര് കൂടെ ചേർത്തുകൊണ്ടാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു പേര് ഏതാണെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി. മുന്നിൽ കുഞ്ഞ്, പുറയിൽ കുട്ടി, നടുക്ക് അലി, കുഞ്ഞാലിക്കുട്ടി. നല്ല പേരാണ്. കുട്ടി, അഹമ്മദ് കുട്ടി, ഡബിൾ കുട്ടി, അതിൻ്റെ നടുക്ക് ഒരു അഹമ്മദ്. ഇതെല്ലാം പ്രാദേശികമായിട്ടുള്ള പേരുകളാണ്. ആ പ്രാദേശിക പേരുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെറുതെ ഒരു തെറ്റായ ധാരണയാണ് ഇക്രാമുൽ ഹക്ക്
ഇൻസമാമുൽ ഹക്ക്, ഇതൊക്കെ ആര് വിളിക്കാനാ ഫോണിൽ? നമ്മുടെ അടുത്ത് റെക്കമെൻഡേഷൻ വരും ഫോണിൽ. ഹലോ, ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടണം, ഡോക്ടർ ഒന്ന് പേരൊന്ന് നോട്ടിയോ, ഇൻസമാമുൽ ഹക്ക്. നമ്മളോട് ഇതെന്താണെന്ന് മനസ്സിലാവണ്ടേ, എന്താണെന്നുള്ളത് മനസ്സിലാവണ്ടേ? അതിന് പകരം കുഞ്ഞു വൈദ്യം എന്നാന്ന് വിചാരിച്ചു നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ, പേര് വേഗം കുറിച്ചെടുക്കാം, ആ വേറെ റെക്കമെൻഡേഷൻ വേഗം പറയാം. അപ്പോൾ എന്താണ്, നമുക്കെല്ലാം തെറ്റായ ധാരണകൾ വരെയാണ്. അതെ, ഒരു ഭാഗത്ത് ഹിന്ദുക്കളുടെ ഇടയിൽ വെജിറ്റേറിയനിസം, വിദ്യാസാഗറിന് അറിയാലോ, സസ്യഭുക്കുകളാവുക, അതാണ് ഒരു ഉത്തമ ഹിന്ദു എന്നൊരു തോന്നൽ അല്ലേ? അതേമാതിരി തന്നെ മുസ്ലിമുകളുടെ ഇടയിൽ ഒരു തോന്നൽ, ഇനിയിപ്പോൾ പുട്ടും ഇഡ്ഡലിയും ദോശയൊന്നും വേണ്ട, നമുക്ക് ഷോർമ അടിച്ചു കൂടാന്ന്. ശരിയല്ല, ഷോർമ ആയിക്കോട്ടെ, അതിപ്പോൾ മക്ഡൊണാൾഡ്സിൽ നമ്മൾ ഭക്ഷണം കഴിക്കണ്ടല്ലോ, അത് ആ സംസ്കാരത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അപ്പം മൊത്തത്തിൽ ഏതെങ്കിലും സംസ്കാരത്തെ കടമെടുക്കുക, എന്തായാലും ഏതെങ്കിലും സംസ്കാരത്തെ വടക്കേ ഇന്ത്യൻ സംസ്കാരത്തെ കടമെടുക്കുക, അല്ലെങ്കിൽ അറബ് സംസ്കാരത്തെ കടമെടുക്കുക. മൂന്നാമത്തെ ഒരു സംസ്കാരം പാശ്ചാത്യ സംസ്കാരം, അത് ഇവിടുത്തെ മൂന്നാമത്തെ മതത്തിൻ്റെ അവരാണ് അതിൻ്റെ ആൾക്കാർ. അവർ പോർച്ചുഗീസുകാരെ പേരൊക്കെ ഇടും, വാസ്കോ ഡി ഗാമ. എന്ത് വാസ്കോ ഡി ഗാമ കുറ്റ്യാടിയിൽ? അയാൾ പോർച്ചുഗലിലിരിക്കല്ലേ, നിങ്ങൾ കേട്ടില്ലേ ഡിസൂസമാരും ഡിമല്ലമാരും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഒരു പാശ്ചാത്യവൽക്കരണം. അതായത് വേറെ കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കും, നമ്മുടെ വസ്ത്രധാരണ രീതികളെ പറ്റിയിട്ട് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഒരു കാലഘട്ടത്തിൽ മറക്കാൻ അനുവദിക്കില്ല എന്നില്ല എന്ന് മറക്കാനായിട്ട് പോരാടിയ ആൾക്കാരാണ് നമ്മൾ. ഇന്നിപ്പോൾ നമ്മൾ എന്ത് വേണ്ടിയിട്ടാണ് പോരാടുന്നത്? തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത്. അതിന് ഞങ്ങൾക്ക് അവകാശം വേണമെന്നാണ്. മറ്റൊരു വിഭാഗം എന്താ പറയണമെന്നറിയോ, അവരെ കോളേജിലും സ്കൂളിലൊക്കെ അവരെ പെൺകുട്ടികളെ എത്തിച്ചപ്പോൾ അവർ പറയണമെന്നറിയോ, മുഖം മറക്കണം. ഞങ്ങൾക്ക് മുഖം മറക്കാനുള്ള അധികാരം വേണം. എവിടെയാണ് മുഖം മറക്കാനുള്ള അധികാരം? ഇതല്ലേ, പർദ്ദയൊക്കെ കുഴപ്പമില്ല, അത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കോഴിക്കോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മുഖം മറക്കുക എന്ന് പറഞ്ഞാൽ അത് ന്യായമാണോ? അത് ന്യായമല്ല. അത് പറയാൻ ചങ്കൂറ്റം വേണം. ആ ചങ്കൂറ്റം എനിക്കുണ്ട്, അതുകൊണ്ട് നേരത്തെ പറയാൻ ചങ്കൂറ്റം ഉണ്ടെന്നുള്ളത്. അങ്ങനെ പേടിച്ചിട്ട് വരുന്ന ആളൊന്നുമില്ല. ഞാൻ അപ്പുറത്തും പറയും ഇപ്പുറത്തും പറയും, 2 വർഷം ഞാൻ പറയും. ഇപ്പം അർഷാദിരിക്കണ്ടല്ലോ, ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അർഷാദൊക്കെ ഇവിടെ പാട്ടുകാരായിട്ട് നിൽക്കുന്നു, അത് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ സംഗീതം പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലേ, സംഗീതം പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ അപ്പുറത്തെ വശത്ത് സംഗീതം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി സംഗീതം മാത്രമാണ് പറഞ്ഞവരും, അല്ല സോറി, കർണാടക സംഗീതം മാത്രമാണ് ഭാരതത്തിൻ്റെ സംഗീതം എന്ന് പറയുന്നവരുണ്ട്. അല്ല, ഭാരതത്തിൻ്റെ സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം മാത്രമല്ല, കർണാടക മാത്രമല്ല, ഹിന്ദുസ്ഥാനി സംഗീതം കൂടെയാണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഇവിടെ കൊണ്ടുവന്നത് മുസ്ലിങ്ങളാണ്. അമീർ ഖുസ്രോ ആണ് ഹിന്ദുസ്ഥാനി സംഗീതം, ഖയാലിൻ്റെ പിതാവ്. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ പറയുന്നത് പാട്ട് പാടാൻ പാടില്ല. നമ്മുടെ പ്രിയങ്കരനായ PK അഹമ്മദ് സാഹിബ് AR റഹ്മാന്റെ പരിപാടിക്ക് ഒരു 5 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്തു. അദ്ദേഹത്തെ ഇവിടെ ക്രൂശിച്ചു ഭയങ്കരമായിട്ട്. പക്ഷെ എൻ്റെ സുഹൃത്ത് സുബേറിന്റെ മകൻ വലിയ ഗായകനാണ്, മനസ്സിലായില്ലേ? അദ്ദേഹം പാട്ടായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പ്രസ്ഥാനം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ പ്രസ്ഥാനങ്ങൾ അത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മുടെ വഴിക്ക് പോകും, പ്രസ്ഥാനത്തിന്റെ വഴിക്കും പോകും. അപ്പൊ അതുകൊണ്ട് സംഗീതം പാടില്ല, അല്ല ഇന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതുമാതിരി തന്നെ എനിക്ക് ആ പാൻറ് ഇട്ടിരിക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അർഷാദിന്റെ ഞെറിയാണിക്ക് മുകളിലല്ല പാൻറ് എന്നുണ്ടെങ്കിൽ നരകത്തിലാണ് കിടപ്പ് അർഷാദെ എന്ന് മനസ്സിലാക്കുക. അല്ല, ഞാൻ തമാശ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിലൊന്നും കാര്യമില്ലടോ, ഇതിലൊന്നുമില്ല. കയ്യിലിരിപ്പ് നന്നായിരിക്കണം. കയ്യിലിരിപ്പാണ് ഇതിൽ ഏറ്റവും പറഞ്ഞത്. അല്ലാതെ വസ്ത്രധാരണ രീതിയോ കാര്യങ്ങളൊന്നുമില്ല. വസ്ത്രധാരണത്തിൽ സഭ്യത വേണം, സഭ്യത വേണം വസ്ത്രധാരണത്തിൽ. സഭ്യത ഇല്ലാത്തൊരു വസ്ത്രധാരണ രീതിയായിട്ട് 12 മണിക്കോ 1 മണിക്കൂറോ കറങ്ങിയടിച്ച് ഡൽഹിയിലെയും ബോംബെയിലെയും തെരുവുകളിലൂടെ നടന്നാൽ അതിൻ്റെ അനുഭവങ്ങൾ മോശമായിരിക്കുമെന്ന് അടിക്കടി പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. പത്രത്തിൽ കുറേ നേരം ഫോട്ടോ വന്നിട്ട് കാര്യമില്ല, അനുഭവിക്കേണ്ടി വരും. അപ്പോൾ സംസ്കാരം എന്ന് പറയുമ്പോൾ പാശ്ചാത്യ സംസ്കാരം നേരെ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ പേരുകളും നേരത്തെ പറഞ്ഞ തന്നെ പാശ്ചാത്യ പേരുകൾ ഇതല്ല. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോഴത്തെ കുട്ടികളുടെ പലരുടെ പേരെന്താ? ഷിജി, കുജി, ബുജി, എന്ത് പേരത്? പേരിനൊരു പേരുണ്ട്. ഞങ്ങളുടെ കുട്ടികളുടെ പേര് ഭയങ്കര. ആദ്യത്തെ കുട്ടിയുടെ പേര് ഹംലത്ത്, 2ാമത്തെ റംലത്ത്, 3ാമത്തെ കട്ട്ലറ്റ്, 4ാമത്തെ ഓംലറ്റ്. എന്താ പേര്? അപ്പൊ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ? ഉമ്മറിന്റെയും റംലത്തിന്റെയും കൂടെ കുട്ടിയാണ്, അതുകൊണ്ടാണ് അതിന് ഓംലത്ത് എന്ന് പേരിട്ടുന്നത്. എന്ത് ചെയ്യും? എല്ലാവരുടെ എനിക്ക് ഉദാഹരണങ്ങൾ പെട്ടെന്ന് വരെ എൻ്റെ സമുദായത്തിന് ആയതുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ മൊത്തമായിട്ട് സാംസ്കാരികമായിട്ടുള്ള അധിനിവേശം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു.
രാജ്യത്ത് മൊത്തത്തിലൊരു സാംസ്കാരിക അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്നു. അത് പല മേഖലകളിലൂടെ വരുന്നുണ്ട്. അത് മതങ്ങളിലൂടെ വരുന്നുണ്ട്, അത് ജാതികളിലൂടെ വരുന്നുണ്ട്, അത് ഇന്റർനെറ്റിലൂടെ വരുന്നുണ്ട്, അത് ഫേസ്ബുക്കിലൂടെ വരുന്നുണ്ട്. ഫേസ്ബുക്കിനെ പറ്റി 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ പലരും ഫേസ്ബുക്കിലുണ്ട്, എൻ്റെ മക്കളും ഫേസ്ബുക്കിലുണ്ട്. നിങ്ങൾ ദുഃഖിക്കും. എന്താണെന്നറിയോ? ഇപ്പം ഈ സരിതയുടെ കഥ പറഞ്ഞ കാര്യമാണ്. ആ സരിത എങ്ങാനും നിങ്ങളുടെ ഫേസ്ബുക്കിൽ കയറിയിരുന്നെങ്കിൽ അബ്ദുള്ള കുട്ടിയുടെ ഗതിയായിരിക്കും പലർക്കും, രമേശിനടക്കം. അതെ, കാരണം നമ്മൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലോട്ട് എന്തിനാണ് മറ്റുള്ളവരെ വലിച്ചെടുക്കുന്നത്? എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ അപ്പുറത്തെ വശത്തുള്ള ഫ്ലാറ്റിൽ താമസിച്ച ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല, അവരെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയില്ല, അവർക്ക് എത്ര കുട്ടികൾ അതറിയില്ല. പക്ഷെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് ബീഹാറിലെ ഹാജിപൂർ നിയോജക മണ്ഡലത്തിൽ ഇരിക്കുന്ന ഏതോ ഒരു പാസ്വാനായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നു. എന്നിട്ട് പാസ്വാന്റെ ഫോട്ടോ ഇങ്ങോട്ട്, നിങ്ങളുടെ ഫോട്ടോ അങ്ങോട്ടൊക്കെ പോകണം. പാസ്വാന്റെ ഫോട്ടോ കറങ്ങി അടിച്ച് എവിടെയെങ്കിലും എത്തും, നിങ്ങളെ കറങ്ങി അടിച്ച് എവിടെയെങ്കിലും എത്തും. അവസാനം നിങ്ങൾ ദുഃഖിക്കും. പിന്നെ ഫേസ്ബുക്ക് മറ്റുള്ളവരെ ചീത്ത പറയാനായിട്ടുള്ള ഉപാധിയായിട്ട് ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം ഫസൽ ഗഫൂർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചീത്ത പറച്ചിലായി. ഫസൽ ഗഫൂർ എന്ന ഒരു നായാണെന്ന് ഒരുത്തൻ ഫേസ്ബുക്കിൽ. എൻ്റെ മക്കൾ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു നായയെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഉപ്പാടെ പേരിലൊരു നായ ഉണ്ടെന്ന്. അവർ എന്ത് നായ? അൽസേഷൻ, ഡോബർമാൻ, ദിവ്യാ ഇനത്തിൽപ്പെട്ട ഒരു മാപ്പിള നായ ഇറങ്ങിയിട്ടുണ്ട്. ഫൗണ്ട് ഓൺലി ഇൻ ആൻഡ് അറൗണ്ട് കാലിക്കറ്റ് ഇൻ മലബാർ, നെയിം ഫസൽ ഗഫൂർ. അവരെഴുതിയിരിക്കണം നായയെ പറ്റി. ഞാനെന്തോ ഇതുമാരെന്തോ ഒരു കമന്റ് അടിച്ചതിനെ പറ്റിയിട്ടാ. അതെ അതെ അതെ, അത് കുറെ ലൈക്ക് ചെയ്തു. ആൾക്കാരെ ചെളിവാരി അറിയാനുള്ള ഒരു സംഭവമായിട്ട് മാറുകയാണ് ഫേസ്ബുക്കൊക്കെ. ഫേസ്ബുക്ക് നിങ്ങൾ ദുഃഖിക്കും, നോക്കിക്കോ, ഞാൻ പറഞ്ഞു നോക്കിക്കോ. വേണ്ടാത്ത നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലോട്ട്, മനസ്സിലായല്ലേ, അജ്ഞാതരായിട്ടുള്ള ആൾക്കാരെ കടക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കും. അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങൾ എന്തിനാ കറസ്പോണ്ട്? പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ പെൻ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കാലത്തൊക്കെ ചെറുപ്പത്തിൽ പെൻ ഫ്രണ്ട്സ്. പക്ഷെ കുഴപ്പമില്ല, നമ്മളവരെ മുഖം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ബന്ധപ്പെടുന്നില്ല. അവരത് ഇതല്ലല്ലോ. അപ്പം നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പരിപാടിയും നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഈ പെൺകുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെ അബദ്ധങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവാനായിട്ടാണ്. ഇപ്പം തന്നെ ഞാൻ സരിതയുടെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാവും. ഒരു ഫോൺ കോളല്ലേ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ശൂർപ്പണക ഫോൺ കോൾ വിളിച്ചാൽ പോലും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സരിത ഫോൺ വിളിച്ചപ്പോൾ ഡയറക്റ്റ് ശൂർപ്പണകാണ് പറയുന്നത്. ഹലോ, ഐ ആം ശൂർപ്പണക സ്പീക്കിങ്. നിങ്ങളിപ്പോൾ വന്ന് രാമായണത്തിൽ നിന്ന് ഞാൻ ഇപ്പം ഇറങ്ങി ഒന്നാണ്. നിങ്ങളെ പറ്റിയ കൂടുതൽ കേട്ടിട്ട് ഞാനിപ്പോൾ ലക്ഷ്മണൻ്റെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. ഫോൺ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ? ഫോണിക്ക് എന്തെങ്കിലും കേൾക്കണ്ടേ? മനുഷ്യനെ അപ്പം കട്ട് ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് പലയിടത്തും ഫോൺ ചെയ്യണ്ടോ, ഉടനെ മീഡിയ കൂടെ പൊക്കിയിട്ട്. അല്ല, ഒരു ഉദാഹരണം ഞാൻ പറയണം. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇതെല്ലാം മിസ്യൂസ് ചെയ്ത് പോരും. കമ്മ്യൂണിക്കേഷൻസിൻ്റെ കാര്യം വരുമ്പോൾ വളരെ മിസ്യൂസ് ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ പ്രസംഗം അവസാനിപ്പിക്കാം. ഈ അടുത്ത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, പുരോഗമനവാദികൾ. അവരെന്താ പറഞ്ഞതെന്നറിയോ? സ്വയംവർഗ രതി വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാനത് അംഗീകരിക്കുന്നേ ഇല്ല. സ്വയംവർഗ രതി ഒരു കുറ്റമാണ്, അവരെ ജയിലിലടക്കണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ എന്തല്ലേ, ഞങ്ങൾക്ക് മൃഗങ്ങളുമായിട്ടുള്ള വേഴ്ച, അതായത് ദാറ്റ്സ് കോൾഡ് ബീസ്റ്റിയാലിറ്റി, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അനുവദിച്ചു തരാൻ പറ്റുമോ? അതിനെന്താ എന്ന് ചോദിച്ചാൽ, സ്വയംവർഗ രതി എന്നുള്ള സംഭവം ഒരു മതവും ഇവിടെ സമ്മതിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മതം പറയട്ടെ സമ്മതിക്കുന്നുണ്ടെന്നുള്ളത്? ഒരു മതത്തിലും അതിന് അനുവദിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മുടെ പുരോഗമനവാദികളായിട്ടുള്ള കേന്ദ്രത്തിലെ മന്ത്രിമാരും ചില ഇടതുപക്ഷ ചിന്താഗതിക്കാരും ചില ടൈംസ് ഓഫ് ഇന്ത്യ മാതിരിയുള്ള പത്രങ്ങളും ഒക്കെ ഇതിന് അനുകൂലിച്ചെന്തിനെ എഴുതുന്നു? വായിച്ചിട്ടില്ലേ ബൈബിളിലെ സോഡോമിനെ പറ്റിയിട്ട്? സോഡോമി, ലൂത്ത് നബിയെ പറ്റി വായിച്ചിട്ടില്ലേ ഖുറാനിൽ? അതുമാതിരി അനേകം നമുക്ക് തെളിവുകളുണ്ട്. അല്ലേ? അതൊന്നും പാടില്ല. അപ്പൊ സ്റ്റേറ്റിനൊരു നിയന്ത്രണം വേണം. അത് പുസ്തകങ്ങളുടെ കാര്യമായാലും കുറേയൊക്കെ സ്റ്റേറ്റ് നിയന്ത്രിക്കണം. അത് അബൌട്ട് ഹിന്ദുയിസം എന്ന പുസ്തകമായാലും വേണ്ടില്ല. ഹിന്ദുസ് ആൻഡ് ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകം പഠിച്ചിട്ട് വേണം. കാരണം മറ്റുള്ളവരുടെ മതവികാരങ്ങൾ നമ്മൾ വ്രണപ്പെടുത്തരുത്. ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലേ? അതേസമയം ഒരു സോഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഉദാഹരണം അംബേദ്കർ ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം, അത് നമ്മൾ നിരോധിക്കാൻ പാടില്ല. അത് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ മറ്റേതല്ല, ഒരു മതങ്ങളെ നിന്ദിച്ചുകൊണ്ട് എഴുതുന്ന പുസ്തകങ്ങളാണ്. അത് അവർക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാം. പക്ഷെ പുസ്തകം, അതും വിദേശികളായിട്ടുള്ള ആൾക്കാർ, വിദേശിയാണ് ഇവർ ആണ് ഇപ്പം മതത്തിനെ പറ്റിയിട്ട് എഴുതുന്നത്. സ്വന്തം മതത്തിലുള്ളവർ തന്നെ ഇത് നമുക്ക് പിന്നെ കുഴപ്പമില്ല. ഇത് വേറെ മതത്തിലുള്ളവർ വന്ന് എഴുതുമ്പോഴാണ് പ്രശ്നം. പക്ഷെ ഞാൻ അതിൽ ആ പത്രസ്വാതന്ത്ര്യത്തെ പറ്റിയില്ല, വ്യക്തി സ്വാതന്ത്ര്യത്തിനൊക്കെ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്.
നമ്മുടെ മതത്തൊരു മത ഇതിൽ സമൂഹത്തിൽ ഇതിനെല്ലാം ഇത് വെക്കുന്ന ഒരു വിലക്കുകൾ വെക്കേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ അക്ഷമരായിരിക്കണം. നമ്മുടെ ഗായകനുടെ സ്റ്റേജിലുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. എല്ലാ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ജയ് ഹിന്ദ്. നന്ദി സർ. നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഗസ്റ്റ് സിംഗർ നജീം അർഷാദ് വേദിയിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ പൂക്കൾ നൽകിക്കൊണ്ട് അടുത്തതായി പ്രിയപ്പെട്ടവരെ, പ്രഭാഷണ പ്രഭാവം കൊണ്ട് കേരളം അങ്ങോളം ഇങ്ങോളം പ്രഭാപൂരിതമാക്കിയ നേതാവ്, വിദൂര വിദ്യാസാഗരത്തിൻ്റെ ഈ പുണ്യതീരത്ത് വാക്സാന്നിധ്യവുമായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. വാക്സാഗരത്തിൻ്റെ തിരമാലകൾക്ക് നമുക്ക് കാതോർക്കാം. മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഫോമർ SNDP യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗറിനെ സാദരം ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ. യോഗാധ്യക്ഷൻ, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് രമേശ് ബാബു, ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ശ്രീ ഫസൽ ഗഫൂർ സാഹിബ്, വേദിയിലുള്ള ചീഫ് ഗസ്റ്റ് ശ്രീ PV നിതീഷ് അവറുകളെ, ഇന്നത്തെ നിങ്ങളുടെ വിശിഷ്ട ഗായകൻ ശ്രീ നജീം അർഷാദ്, കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീ ജയശങ്കർ, ശ്രീ ബിജു, ഇവിടെ സന്നിഹിതരായിട്ടുള്ള യുവ സുഹൃത്തുക്കളെ, ഒരു ഇൻസ്പയറിംഗ് സ്പീച്ച് വേണമെന്നാണ് സ്വാഗത പ്രസംഗം ആമുഖമായിട്ട് പറഞ്ഞത്. ഇൻസ്പയറിംഗ് മീൻസ് പ്രചോദിപ്പിക്കുന്ന. എൻ്റെ പ്രസംഗം നിങ്ങളെ പ്രചോദിപ്പിക്കുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല, പക്ഷേ നിങ്ങൾ എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ ഈ കയ്യടിയും കൂവലും ഒക്കെ ഇങ്ങനെ ധാരാളമായിട്ട് കേൾക്കുമ്പോൾ 40 വർഷം പ്രായം കുറഞ്ഞു പോയ പോലെ തോന്നുക. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥിയായി ബിരുദം നേടാൻ വേണ്ടിയിട്ട് ചെലവഴിച്ച 2-3 വർഷക്കാലത്തെ കോളേജ് ജീവിതത്തിൻ്റെയൊക്കെ സ്മരണകളിങ്ങനെ മനസ്സിലേക്ക് തിക്കിത്തിരക്കി വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു ചെറുപ്പക്കാരനായി പോയതുപോലെ. അതുകൊണ്ട് എനിക്കങ്ങനെ കണ്ടമാനം വയസ്സായിട്ടൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട സുഹൃത്തുക്കളെ. Let me come to my point. ഇങ്ങനെ ഇത്രയും വലിയ ഒരു സ്ട്രെങ്ത്, ഇതിലും വലിയ സ്ട്രെങ്താണ് രമേശ് ബാബുവിൻ്റെ കോളേജിന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു സംഗതിയിലേക്കാണ്. അതിലേക്ക് മാത്രം നിങ്ങളുടെ മനസ്സിൽ ചിന്തയിലെ ചെറിയ ചില ശകലങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പെട്ടെന്ന് തീർക്കും. നല്ല